കൽക്കി ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ദൃശ്യവിസ്മയമായിരിക്കുകയാണ്. ബോക്സ് ഓഫീസിലാണെങ്കിൽ ഡേ ബൈ ഡേ ഓരോ റെക്കോർഡുകൾ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി ആ ഒരു പടം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ഇത് പറയണം, ഇതൊരു സ്പോയിലർ വീഡിയോ ആണ്. ഈ സിനിമയുടെ ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. സിനിമ കണ്ടിട്ടില്ലാത്തവർ ഇത് കണ്ടാൽ നിങ്ങളുടെ ഒരു ആസ്വാദനത്തിന് ചിലപ്പോൾ അത് ബാധിക്കും. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു മിത്തോളജിക്കൽ അല്ലെങ്കിൽ പുരാണങ്ങളുമായിട്ടുള്ള ഇതിൻ്റെ ഒരു ബന്ധമാണ്. ഇതിൻ്റെ പല കാര്യങ്ങളും പുരാണം അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരത് ഡീറ്റെയിലി പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കാണിക്കുക, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു നെറേറ്റീവ് വരുന്നത്. കാരണം ഇതൊരു യൂണിവേഴ്സായിട്ടാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് അവിടെ തന്നെ വെക്കാം, പിന്നീടുള്ള കാര്യങ്ങളായിട്ട് അവർക്ക് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അശ്വത്ഥാമാവിനെ ഫസ്റ്റ് ഒരു ശാപം കിട്ടുന്നതായിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അത് എന്തുകൊണ്ടാണ് ശാപം കിട്ടുന്നതെന്ന് വെച്ചാൽ, പഞ്ചപാണ്ഡവരെ ഭൂമിയിൽ നിന്ന് കംപ്ലീറ്റ്ലി തുടച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹം ഉത്തര എന്ന് പറയുന്ന അഭിമന്യുവിൻ്റെ ഭാര്യയുടെ വയറ്റിലേക്ക്, അതായത് അവർ ഗർഭിണിയാണ്, ആ കുഞ്ഞിനെ എയിം ചെയ്ത് പുള്ളിക്കാരനൊരു ബ്രഹ്മാസ്ത്രം, അതായത് മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഇൻ ദ വേൾഡ് എന്ന് പറയപ്പെടുന്ന, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു ന്യൂക്ലിയർ വെപ്പണിന് സമാനമായിട്ടൊരു കാര്യമാണ് ബ്രഹ്മാസ്ത്രം. അതൊരു കുഞ്ഞിന് നേരെ അദ്ദേഹം പ്രയോഗിക്കുകയാണ്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പാണ്ഡവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ എയിം എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയെ ഒരു കാരണവശാലും ഒരാളും അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് കൃഷ്ണൻ അദ്ദേഹത്തിന് ശാപം കൊടുക്കുന്നത്. പിന്നീട് ശാപമോക്ഷമായിട്ട് കൊടുക്കുന്ന കാര്യമാണ് എൻ്റെ 10th അടുത്ത അവതാരമായിട്ട്, അതായത് കൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത അവതാരമായി വരുന്ന കൽക്കിയെ സംരക്ഷിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും നാൾ ജീവിച്ചിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നത് വെച്ചാൽ അദ്ദേഹം എന്ന് പറയുന്നത് ചിരഞ്ജീവിയായി പോട്ടെ, അതായത് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നാണോ കൽക്കി എന്ന് പറയുന്ന 10ാമത്തെ അവതാരം ഭൂമിയിൽ വരുന്നത് അതുവരെ അദ്ദേഹം ജീവിച്ചിരിക്കണം എന്നുള്ള ഒരു ശാപമാണ് കൃഷ്ണൻ കൊടുക്കുന്നത്. ശാപം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നെറ്റിയിലുള്ള നമ്മുടെ അവഞ്ചേഴ്സ് സിനിമയിൽ വിഷനൊക്കെ ഉള്ളതുപോലെ ഒരു ലൈറ്റ് പോലൊരു സാധനം, ഒരു കല്ലുണ്ട്, അത് ശിവമണി എന്നാണ് പറയുന്നത്. മഹാശിവൻ അദ്ദേഹത്തിന് വരമായിട്ട് കൊടുക്കുന്നതാണ്. അത് എടുക്കുന്നുണ്ട്. അത് സിനിമ കാണുന്ന സമയത്ത് അറിയാം. അത് പിന്നീട് അതിനൊരു ശക്തി തിരിച്ചു വരുമ്പോഴാണ് നിനക്ക് മനസ്സിലാവും ആ കുഞ്ഞ് ജനിക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അത് കൽക്കി എന്ന് പറയുന്ന അവതാരം. അപ്പോൾ അത് അവർ ഡയറക്റ്റ് ആ സിനിമയിൽ പറഞ്ഞങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത്രയും ഒരു കാര്യം അതിനകത്തുണ്ട്. അതിൻ്റെ പുരാണമായിട്ട് ആ സിനിമയ്ക്കുള്ള ബന്ധത്തിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഇതാണ്. അത് അശ്വത്ഥാമാവ് ഉത്തര എന്ന് പറയുന്ന ക്യാരക്ടറിനാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. അത് ട്രെയിലറിലും അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അശ്വത്ഥാമാവിന് പിന്നീട് കൽക്കി എന്ന് പറയുന്ന അവതാരം വരും. കൽക്കി അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ പുരാണം പ്രകാരം കൽക്കി എന്ന് പറയുന്ന അവതാരം വരുന്ന സമയത്ത് ഒരു വെള്ള കുതിരയുടെ പുറത്തായിരിക്കും വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സിനിമയിൽ കൃഷ്ണൻ കൽക്കി എന്ന് പറയുന്നില്ല, എൻ്റെ 10ാമത്തെ അവതാരം വരുന്ന സമയത്ത് നീ അതിനെ സംരക്ഷിക്കണമെന്ന് പറയുന്ന സമയത്ത് റെപ്രസെൻറ്റേഷൻ എന്നൊരു രീതിയിലൊരു വെള്ളക്കുതിരേൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ ഓടുന്നതായിട്ട് ഒരു കാണിക്കും. അത് ആക്ച്വലി അത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാകാം, ഇങ്ങനെയാണോ അവർ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീടുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു കേട്ടത്, ദുൽഖറിന് എന്തിനാണ് ഈ സിനിമയിൽ പോയിട്ട് ദുൽഖർ ഇങ്ങനെ ഒരു തല കാണിച്ചത്. ബട്ട് നമ്മളെ സംബന്ധിച്ച് ദുൽഖറിനെ DQനെ ആ സിനിമയിൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കൈയൊക്കെ അടിച്ചായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു മൊമെൻറ്റിലാണ് പുള്ളി വരുന്നത്. നമ്മൾ ആ സിനിമയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ആ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ബട്ട് ക്യാരക്ടർ വൈസ് ഒരു ഭയങ്കരമായ ഒരു ക്യാരക്ടറാണോ എന്ന് ചോദിച്ചാലല്ല. അദ്ദേഹം ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എടുത്തു വളർത്തുന്ന ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നൊരു റോളിലാണ് വരുന്നത്. സിനിമയിൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സാധനമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു പുരാണമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഇതും റൂമറാണ്, വേണമെങ്കിൽ ഇത് തള്ളിക്കളയാവുന്നതാണ്. പരശുരാമൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് അദ്ദേഹമായിരിക്കും പിന്നീട് കൽക്കി എന്ന് പറയുന്ന ആളെപ്പോലും പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആവാം. പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ കർണ. അതും സിനിമയിലെ ഏറ്റവും വലിയ തിയേറ്റർ പൂരപ്പുറമ്പാകുക എന്നൊക്കെ പറഞ്ഞൊരു സീനായിരുന്നു. പ്രഭാസ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ എങ്ങനെയാണ് ഒറിജിനലി വന്നത്, അത് കർണൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അതായത് മഹാഭാരതത്തിലെ കർണൻ എന്ന് പറയുന്ന ആളാണ് പ്രഭാസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്.
അത് ആക്ച്വലി നമ്മളെ ക്ലൈമാക്സിലാണ് ആക്ച്വലി അത് റിവീൽ ചെയ്യുന്നത്. മീൻസ് എൻ്റെ സാധനം റിവീൽ ചെയ്യുന്നത് ക്ലൈമാക്സ് പോർഷനിൽ മാത്രമാണ്. അത് ടൈലുണ്ടെന്ന് നമുക്ക് പറയാവുന്ന രീതിയിലാണ് അത് കാണിക്കുന്നത്. പക്ഷേ അതല്ലാതെ തന്നെ നമ്മളെ 1-2 സീനിൽ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ ഇദ്ദേഹം കർണൻ്റെ ഒരു കർണനാണ് എന്ന് ഇൻഡയറക്റ്റ്ലി അവർ പറയുന്നുണ്ട്. കർണനെ നമ്മൾ പുരാണങ്ങളിൽ കാണുന്നുണ്ട്. കർണന് ഒരു കവചകുണ്ടലമുണ്ട്. എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കവചം കിട്ടുന്നുണ്ട്. അത് സൂര്യഭഗവാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഓൾറെഡി ഉള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് വ്യത്യസ്തമായ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ് ഭൈരവൻ എന്ന് പറയുന്ന പ്രഭാസിൻ്റെ ക്യാരക്ടറിന് അവർ കൊടുത്തിരുന്നത്. ബട്ട് എപ്പോഴും അങ്ങനെ ഒരു ഷീൽഡ് പോലൊരു സാധനം ധരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതതിനെ റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീടെന്ന് വെച്ചാൽ കർണൻ്റെ ക്യാരക്ടർ പുരാണങ്ങളിൽ എടുത്തു വളർത്തപ്പെടുകയാണ്. അതായത് സ്വന്തം അമ്മയല്ല വളർത്തുന്നത്, അദ്ദേഹത്തിനെ വളർത്തുന്നതും അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നതും ദുര്യോധനൻ എന്ന് പറയുന്ന പാണ്ഡവരുടെ ഓപ്പോസിറ്റ് വരുന്ന അവരാണ്. മീൻസ് കൗരവരാണ് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പുള്ളിക്കാരൻ നമ്മുടെ സിനിമ വൈസ് പറയുകയാണെങ്കിൽ നായകൻ്റെ കൂടെ നിൽക്കേണ്ട ആളാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വില്ലൻ്റെ സൈഡിലാണ്. സിനിമയിൽ പ്രഭാസിനും അങ്ങനെ ഒരു ഷെയ്ഡാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് അതൊരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടറാണ്. അതായത് നന്മകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, മീൻസ് നല്ലവനാണ്. പക്ഷേ അദ്ദേഹം കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നത്, അല്ല കൂടുതൽ നേരം കാര്യങ്ങളും ചെയ്യുന്നത് നെഗറ്റീവ് മീൻസ് വില്ലന്മാർക്ക് വേണ്ടിയിട്ടാണ്. അവരെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വരുന്നതും പിന്നെ ഒരു ബൗണ്ടി ഹണ്ടറാണ്. പുള്ളിക്കാരൻ അങ്ങനെ ഒരു ശരി തെറ്റ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിയുടെ പേഴ്സണൽ ഇതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മഹാഭാരതത്തിലെടുത്താലും കർണൻ നിൽക്കുന്നത് സത്യത്തിന് വേണ്ടിയിട്ടല്ല. മീൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എപ്പോഴും ശരികളുണ്ട്, അദ്ദേഹത്തിൻ്റെ ശരികളാണ് കൂടുതലും. ബട്ട് നിൽക്കുന്നത് എവിടെയാണ് നെഗറ്റീവ് ഷെയ്ഡാണ്. മീൻസ് അക്കോർഡിംഗ് ടു നമ്മുടെ ഒരു പ്രകാരം കൗരവർ എന്ന് പറയുന്ന നെഗറ്റീവ് ഷെയ്ഡിനോടാണ് നിൽക്കുന്നത്. ഈ സിനിമയിലും അവസാനം പോലും കർണനാണെന്ന് കാണിക്കുന്ന റിവീൽ ചെയ്യുന്ന സീനിന് ശേഷം പോലും അദ്ദേഹം പോകുന്നത് വില്ലന്മാരുടെ അടുത്ത്, അത് കൽക്കി എന്ന് പറയുന്ന ആളെ എടുത്തുകൊണ്ട് അങ്ങോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നീട് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ കർണൻ്റെ രഥം എന്ന് പറയുന്ന അത് ആ സിനിമയുടെ ഒരു തുടക്ക പോർഷനിൽ ഇങ്ങനെ രഥം മണ്ണിലിങ്ങനെ പൊഴുന്ന് കിടക്കുന്നിടത്തുനിന്ന് എടുക്കാൻ ശ്രമിക്കുന്ന ഒരു കർണൻ്റെ ഒരു ഗ്ലിംസ് കാണിക്കുന്നുണ്ട്. ബട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ആ ഒരു രഥത്തിൻ്റെ റെഫറൻസ് പോലാണ് ആ കാർ എപ്പോഴും കൂടെ ഉള്ളത്. കാർ ഒരു സമയത്ത് ചളി പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഡയലോഗ് വൈസ്. ബട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് വശത്തിൽ ആ സിനിമയിൽ അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ചില സമയത്ത് അയ്യേ എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും ബട്ട് ആ ക്യാരക്ടർ വൈസ് അത് ഭയങ്കര അവർ രണ്ടുപേരുടെ ഒരു സിങ്ക് ഭയങ്കര രസമായിരുന്നു. അപ്പോഴും ആ ഒരു മഹാഭാരതത്തിൻ്റെ റെഫറൻസിൽ തന്നെയാണ് അതും കൊണ്ടുവന്നിരിക്കുന്നത്. കലി അതായത് സുപ്രീം യാസ്കിൻ എന്ന് പറയുന്ന നമ്മുടെ കമലഹാസൻ സാർ ചെയ്യുന്ന ക്യാരക്ടർ, അതിന് സുപ്രീം യാസ്കിൻ എന്നാണ് പറയുന്നത്. അത് മഹാഭാരതമായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പേരിന് ഇത് കണക്ഷൻ ഒന്നുമില്ല. ബട്ട് നമ്മളുടെ പുരാണങ്ങൾ പ്രകാരം അത് കലിയുടെ റെപ്രസെൻറ്റേഷൻ ആണെന്നാണ് പറയുന്നത്. കലിയുടെ ഞാനിവിടെ വായിച്ചാണ്, അദ്ദേഹത്തിനെ കാണിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റൗണ്ട് ഷേപ്പുകൾ ഇങ്ങനെ എപ്പോഴും നിൽക്കും. അത് അദ്ദേഹത്തിൻ്റെ മക്കളെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും അദ്ദേഹത്തിന് 5-6 മക്കളുണ്ട്, ആ മക്കളെയൊക്കെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാനിങ്ങനെ വായിച്ചത്. എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. പക്ഷേ പുരാണം പ്രകാരം അദ്ദേഹമാണ് കലി. അദ്ദേഹത്തിൻ്റെ ഒരു റോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കൽക്കി എന്ന് പറയുന്ന ആ അവതാരം വന്ന് ഇല്ലാതാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിനും അവർ കറക്റ്റായിട്ട് റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിനകത്ത് ഗാന്ധീവം എന്ന് പറയുന്ന അർജുനൻ യൂസ് ചെയ്യുന്ന ആ ഒരു വില്ല് എടുക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ബട്ട് അതിൻ്റെ ഒരു പ്യുവർ എക്സ്പ്ലനേഷൻ എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹമാണ് അതെടുക്കുന്നത്. കാര്യം കർണനും ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഒരു പോയിന്റിൽ യസ്കിൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ഗാന്ധീവമായിരുന്നു അന്നും കർണനെതിരായിട്ട് വരുന്നത്. ബട്ട് ഇവിടെയും അത് തന്നെ ഒരു എതിരായിട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ റെപ്രസെൻറ്റേഷൻ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നീടുള്ളത് ദീപിക പദുകോണിൻ്റെ ക്യാരക്ടറാണ്. അതിനവർ SUMIT അങ്ങനെ ഒരു പേരിലാണ് അവരെ അവിടെ മീൻസ് അവരുടെ രാജ്യത്ത് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അവർ വിളിക്കും മീൻസ് നമ്മുടെ അന്നാബൻ ചെയ്യുന്ന ക്യാരക്ടർ അതിനെ സുമതി എന്ന് മാറ്റി വിളിക്കുന്നുണ്ട്. മീൻസ് ഒരു നമുക്ക് അറിയാവുന്നൊരു പേര്, ഇച്ചിരി ഓൾഡ് ഫാഷനാണെന്ന് പറയുന്നുണ്ട്.
ഓൾഡ് ഫാഷനാണ്, പക്ഷേ ഞാൻ ഈ പേര് വിളിക്കാം, സുമതി എന്ന് പറയുന്നുണ്ട്. പുരാണ പ്രകാരം കൽക്കിയുടെ അമ്മയുടെ പേര് സുമതി എന്നാണ്. അതൊരു വളരെ കറക്റ്റായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ചമ്പാല ഉത്തർപ്രദേശ് ഇപ്പോഴത്തെ ഒരു ഇത് വരച്ച് ഉത്തർപ്രദേശിലുള്ള ഒരു സ്ഥലമായിരിക്കാം ഈ ചമ്പാല എന്ന് പറയുന്നത്. അവിടെയാണ് കൽക്കി എന്ന് പറയുന്ന അവതാരം പിറവിയെടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു സിനിമയെ നമുക്കൊരിക്കലും ഈ ഒരു പടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സിനിമയല്ല. കാര്യം അവർ പാർട്ട് 2 എന്ന് പോലും അല്ല സിനിമയുടെ എൻഡിൽ എഴുതി കാണിക്കുന്നത്. കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് കണ്ടിന്യൂസ് എന്നാണ്. നമുക്ക് വരുന്ന സിനിമകളിൽ എല്ലാത്തിനും ഓരോ കണക്ഷൻ കിട്ടും. ഇപ്പോൾ അവഞ്ചേഴ്സിൻ്റെ ഫസ്റ്റ് പടം അവഞ്ചേഴ്സ് കണ്ടെന്നും പറഞ്ഞിട്ട് ബാക്കി ഇപ്പം അയൺമാനോ അല്ലെങ്കിൽ മറ്റ് സിനിമകൾ കാണാതെ ഇതെന്താണ് ഇവർ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. അതുപോലെയാണ് ഇവർ ഈ ഒരു സിനിമയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ഇതിൻ്റെ വരാൻ പോകുന്ന എല്ലാ ചിത്രങ്ങളും ഇതുപോലെ ആൾക്കാർ ഏറ്റെടുത്ത് ഇതൊരു വലിയ വിജയമായി തീരണം. ഇതിൻ്റെ 8 പടം, ഇനിയും ടോട്ടൽ 9 പടമാണെന്ന് തോന്നുന്നു. മീൻസ് മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ പോലും സബ് പ്ലോട്ടുകളും സീക്വലുകളും പ്രീക്വലുകളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനൊരു വലിയ ഡയമെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സിനിമ ഏറ്റെടുത്ത പോലെ എല്ലാവരും മറ്റ് സിനിമകളും ഏറ്റെടുക്കട്ടെ. ഇതെനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും കൂടെ പറയുക.